وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له ورسوله أرسله له على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أما بعد فإن خير الكلام كلام الله وخير الهدي كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണേ, ക്രമപ്പെടുത്തണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുകയാണ്, വസിയത്ത് നൽകുകയാണ്. ഈ വർഷത്തെ വിശുദ്ധ റമദാനിന്റെ ഏറ്റവും ശ്രേഷ്ഠകരമായ അതിന്റെ അവസാനത്തെ ദിനരാത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വിശ്വാസി ഏറെ പ്രയത്നിക്കേണ്ടുന്ന, അവൻ ഏറെ പണിയെടുക്കേണ്ടുന്നവ, അവൻ അങ്ങേയറ്റം പരിശ്രമിക്കേണ്ടുന്ന വളരെ കുറഞ്ഞ ദിനരാത്രങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ വരുന്ന ദിനരാത്രങ്ങളിൽ സജീവമായി വിശുദ്ധ റമദാനിനെ നോക്കിക്കാണുവാൻ, സൽക്കർമ്മങ്ങളിലേക്ക് ഓടിയെടുക്കുവാനുമുള്ള തൗഫീഖ് നൽകി പടച്ച റബ്ബ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട്, സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട അല്പസമയം നിങ്ങളോട് സംവദിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ എത്ര അനുഗ്രഹീതരാണ്. ഈ അള്ളാഹുവിന്റെ ഈ ഭവനത്തിൽ നമ്മുടെ തൊട്ടടുത്ത്, വളരെ തൊട്ടടുത്തുകൂടി വളരെ തിരക്കേറിയ ഒരു അങ്ങാടിയും റോഡും വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുമ്പോഴും ആ ശബ്ദങ്ങളൊന്നും നമ്മെ അലോസരപ്പെടുത്താതെ, കനത്ത ചൂട് പുറത്തുണ്ടാകുമ്പോൾ ആ ചൂടിന്റെ ഒരു പ്രയാസവും വന്നു ഭവിക്കാതെ ശീതീകരിച്ച ഭവനത്തിലിരുന്ന് നോമ്പുകാരായി പടച്ച റബ്ബിനെ കുറിച്ച് കേൾക്കുകയാണ്, പടച്ച റബ്ബിനെ കുറിച്ച് ഓർക്കുകയാണ് നമ്മൾ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും പരിഗണന പ്രതീക്ഷിക്കുന്നത് അവന്റെ രക്ഷിതാവിങ്കിൽ നിന്നാണ്. നമുക്കറിയാം, നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളിലൊക്കെ പരിഗണന പലപ്പോഴും പലരിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. മാതാപിതാക്കളുടെ പരിഗണന പ്രതീക്ഷിക്കുന്ന മക്കൾ,
മക്കളുടെ പരിഗണന പ്രതീക്ഷിക്കുന്ന പ്രായം ചെന്ന മാതാപിതാക്കൾ, അധ്യാപകരുടെ പരിഗണന പ്രതീക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ, ജീവിതത്തിൽ ഇടപെടുന്ന മേഖലകളിലെല്ലാം പലപ്പോഴും ഓരോ മനുഷ്യരും പരിഗണന പ്രതീക്ഷിക്കുന്നവരാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി തന്റെ മാതാവിന്റെ പരിഗണന പ്രതീക്ഷിക്കുന്നതിലപ്പുറം തന്റെ സമൂഹത്തിൽ താനുമായി ഇടപെടി ഒരു പരിഗണന പ്രതീക്ഷിക്കേണ്ടുന്നത്, അവൻ ഇഷ്ടം പ്രതീക്ഷിക്കേണ്ടത് അവന്റെ അള്ളാഹുവിൽ നിന്നാണ്. അവന്റെ റബ്ബായ അവന് വേണ്ടുന്ന സംവിധാനങ്ങളെല്ലാം ഒരുക്കിയ ഓരോരുത്തരുടെയും ലക്ഷ്യമായി ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. വിശുദ്ധ റമദാനിൽ നോമ്പുകാരായി നമ്മൾ പോകുമ്പോൾ എന്തിനു നോമ്പെടുത്തു എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിൽ പോലും അള്ളാഹുവിന്റെ പരിഗണന കിട്ടാൻ എന്ന ഒരു ഉത്തരമുണ്ട്. ഇവിടെയാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം. നബിയെ പറഞ്ഞു കൊടുക്കണം, ഇല്ലെങ്കിൽ എന്റെ രക്ഷിതാവ് നിങ്ങൾക്ക് എന്ത് പരിഗണന തരാനാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഗണന ഒരു വിശ്വാസി എങ്ങനെ നേടിയെടുക്കും? രക്ഷിതാക്കളെ അനുസരിച്ചാൽ, അധ്യാപകരെ അനുസരിച്ചാൽ, അല്ലെങ്കിൽ കൂട്ടുകാരന്റെ ഇഷ്ടത്തിന് അനുസരിച്ച് നിന്നാൽ കടയിൽ രീതി പിടിച്ചു പറ്റാൻ കഴിഞ്ഞേക്കും. അവരെന്ത് ആഗ്രഹിക്കുന്നുവോ അത് നമ്മൾ ചെയ്താൽ അവർക്ക് നമ്മെ ഇഷ്ടപ്പെട്ടേക്കാം. എന്നാൽ ലോകരക്ഷിതാവായ ഒരു വിശ്വാസി ഏറ്റവും പരിഗണന പ്രതീക്ഷിക്കേണ്ടുന്ന അവന്റെ റബ്ബിന്റെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം കിട്ടണോ എങ്കിൽ അള്ളാഹുവിലേക്ക് കൈകളുയർത്തി പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥനയില്ലാതെ, ഈ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ഒരു നേട്ടവുമില്ല. മാനസികമായി പോലും പടച്ച റബ്ബിലേക്ക് അടുക്കുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ റമദാൻ കൊണ്ടൊരു ഫലവുമില്ലെന്ന. ഇവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ, നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക, നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. ഇമാം തുർമുദി ഉദ്ധരിച്ച ഹദീസ്. അള്ളാഹുവിന് ഇഷ്ടമാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. സമാനമായി മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ഇന്നഹു മല്ലം യസ്അലില്ലാഹ യഗ്ളബ് അലൈഹി. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ, അള്ളാഹുവിനോട് ചോദിക്കുന്നില്ല എങ്കിൽ, ജീവിതത്തിൽ ആവശ്യങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, പക്ഷേ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തുന്നില്ല എങ്കിൽ അള്ളാഹുവിന്റെ കോപമാണ് അവനെ കാത്തിരിക്കുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ പരിഗണന കിട്ടണോ? പ്രാർത്ഥന വേണം. പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് അള്ളാഹുവിന്റെ ഇഷ്ടമുണ്ടാകും. എന്നാൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ അള്ളാഹുവിന് അത് കോപമാണ് എന്ന് പഠിപ്പിക്കപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. എന്തിന്? ഈ വർഷത്തെ റമദാനിലേക്ക് മാത്രം നമുക്ക് നോക്കാം. ഓരോരുത്തരും, ഈ സംസാരം കേൾക്കുന്ന ഞാൻ അടക്കമുള്ള നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടുന്ന ഒരു വസ്തുത, ഈ വിശുദ്ധ റമദാൻ വരുന്നതിന് മുമ്പ് എന്റെ ജീവിതത്തിൽ ഒരു ദിവസം ഞാൻ എത്ര സമയമാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്നത്? ആലോചിക്കുക. സുബഹിയുടെ സമയത്ത്, സുബഹിക്ക് ശേഷം, അല്ലെങ്കിൽ സുബഹിയുടെ മുന്നേ, ദുഹറിന്റെ സമയത്ത് എത്ര മിനിറ്റുകൾ പ്രാർത്ഥിക്കുവാൻ മാറ്റിവെച്ചു? എത്ര മിനിറ്റുകൾ അസ്ർ നമസ്കാര ശേഷം പ്രാർത്ഥിക്കാൻ മാറ്റിവെച്ചു? എത്ര മിനിറ്റുകളാണ് മഗ്രിബിനും ഇശാഇനും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രാത്രി സമയങ്ങളിൽ എന്റെ റബ്ബിനോട് ചോദിക്കാൻ ഞാൻ മാറ്റിവെച്ചത്? എത്ര മിനിറ്റുകളാണ്? ഓരോരുത്തരും ആലോചിക്കുക. ഏകദേശ കണക്ക് എല്ലാവർക്കും കിട്ടുള്ളൂ. ഇനി ആലോചിക്കാം, റമദാനിന്റെ 10-26, 10-27 ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ റമദാനിന് മുമ്പ് എത്ര മിനിറ്റുകൾ ചെലവഴിച്ചിരുന്നു ഞാൻ? ഒരു മിനിറ്റെങ്കിലും വർദ്ധിപ്പിക്കാൻ എനിക്കും നിങ്ങൾക്കും. നമ്മുടെ തിരക്കുകളൊക്കെ നമുക്കും ഉണ്ടാവും, ശരിയാ. ളുഹറിന് ശേഷം കുറച്ച് സമയം ഇരിക്കുക, അതുകൊണ്ട് നമ്മൾ ഇരിക്കുക. ഒരു ക്ലാസ് ഉണ്ട്, ഇരിക്കാൻ. അസറിന് ശേഷം എത്ര സമയം പ്രാർത്ഥിക്കുന്നു? രാത്രിയിൽ എത്ര സമയം നമ്മൾ പടച്ച റബ്ബിനോട് തേടുന്നു കൂട്ടരെ? അവസാനത്തെ 10 ദിവസങ്ങളിൽ, നിറഞ്ഞ ദിവസങ്ങളിൽ പോലും പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത്. ദുനിയാവിലൊരു പ്രശ്നം നമുക്ക് വന്നാൽ ആ പ്രശ്നം ചിലപ്പോൾ ആദ്യം പറയുന്നത് ഭാര്യയോടാവാം, വീട്ടുകാരോടാവാം, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് മുന്നേ പറയുന്ന കൂട്ടുകാരുണ്ടാവാം, നമ്മുടെ ബന്ധത്തിലുള്ള ആളുകളുണ്ടാവും, ആദർശ സുഹൃത്തുക്കൾ ഉണ്ടാവാം. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ സഹായിക്കാൻ, സാമ്പത്തികമാണോ ശാരീരികമാണോ വല്ല അസുഖവും വന്നോ, ഇവിടെയെല്ലാം നമ്മെ സഹായിക്കാൻ ഈ ദുനിയാവിലെ ആളുകളും സുഹൃത്ത് വലയങ്ങളും സൗഹൃദങ്ങളും ഒക്കെ തുണക്കുണ്ടാവും, ബന്ധുമിത്രാദികളൊക്കെ കൂടെ ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടെങ്കിലും ശരി, ഈ ജീവിതത്തിന്റെ ഒടുവിൽ പരലോകത്തൊരു ജീവിതമുണ്ട്. അവിടെ ഈ കൂട്ടുകാരും കൂടെ ഉണ്ടാവില്ല.
അവിടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ കൂടെയുണ്ടാകുമെന്ന് പറഞ്ഞ കൂട്ടുകാരൻ പരലോകത്ത് തുണയുണ്ടാവില്ല. ഇവിടെ റബ്ബ് മാത്രമേ ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിഗണന കിട്ടാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ എന്ത് ചെയ്തുവെന്ന നിരാശയില്ലാതെ പ്രാർത്ഥിക്കണം. പലപ്പോഴും ആളുകൾ ഞാൻ കുറെ കാലമായി പ്രാർത്ഥിക്കുന്നു, എനിക്ക് ഉത്തരവില്ല, ഞാൻ എത്ര കാലമായി പ്രാർത്ഥിക്കുന്നു, ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, നിരാശരായി പ്രാർത്ഥിക്കുന്നുവെന്നാണ്. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, യുസ്തജാബു ലി അഹദികും, നിങ്ങളിൽ ഒരാൾക്ക് ഉത്തരം കിട്ടും അവന്റെ പ്രാർത്ഥനക്ക്, മാലം യഅജൽ, അവൻ ധൃതി കാണിക്കാത്ത കാലത്തോളം അവന്റെ പ്രാർത്ഥനക്ക് ഉത്തരമുണ്ട്. ചില ആളുകൾ പറയും, യഖൂൽ ദഅഉതു ഫലം യുസ്തജിബ് ലി, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ എന്റെ റബ്ബിനോട് ചോദിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. ഇങ്ങനെ പറയാത്ത കാലത്തോളം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹുൽ ബുഖാരിയിലെ 6340 ഹദീസായി രേഖപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയും. പലപ്പോഴും എന്തറിയോ, പലപ്പോഴും പലരും നിരാശര, എന്റെ പ്രാർത്ഥനയ്ക്ക് പടച്ച റബ്ബ് ഉത്തരം തരൂല, എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല, എത്ര കാലമായി ഞാൻ ചോദിക്കുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല? ഇവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനെ ഇങ്ങനെ പഠിപ്പിച്ചു തരിക, ആ മനുഷ്യനെ കുറിച്ച് ഇങ്ങനെ സാഹചര്യം ചിത്രീകരിച്ചു തരിക. അർറജുലു യുതീലു സഫർ, ദീർഘമായ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അശാസ റബറ, അവൻ ജട പിടിച്ചിട്ടുണ്ട്, പൊടി പുരണ്ടിട്ട് അവൻ യാത്രക്കാരനാണ്. പക്ഷെ ആ യാത്രക്കാരന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇങ്ങനെ പൊടി പുരണ്ട് ജടയൊക്കെ പിടിച്ച് സുദീർഘമായ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനതാ പടച്ച റബ്ബിലേക്ക് കൈകൾ ഉയർത്തുകയാണ്. യമുദ്ദു യദൈഹി ഇലസ്സമാ, ആകാശത്തേക്ക് കൈകൾ ഉയർത്തിയിട്ട് ആ മനുഷ്യൻ യാ റബ്ബി യാ റബ്ബ്, എന്റെ റബ്ബേ എന്ന് വിളിച്ചുകൊണ്ട് ആ മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ്. ആ മനുഷ്യന് ഉത്തരം കിട്ടുന്നില്ല. കാരണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത്, മത്അമുഹു ഹറാം, അവൻ യാത്രക്കാരനാണ്, പക്ഷെ റബ്ബിനോട് ചോദിക്കുന്നുമുണ്ട്, പക്ഷേ അവൻ കഴിക്കുന്ന ഭക്ഷണം ഹറാമാണ്. മത്അമുഹു ഹറാം വമശ്റബുഹു ഹറാം, അവൻ കുടിക്കുന്നതും ഹറാമാണ്. മൽബസുഹു ഹറാം, അവൻ ധരിച്ചിരിക്കുന്ന വസ്ത്രവും ഹറാമിന്റെ മുതൽ കൊണ്ടുള്ളതാണ്. വഊദിയ ബിൽ ഹറാം, ഹറാമിലങ്ങ് ഊട്ടപ്പെട്ടവനാണ്. വഅന്നാ യുസ്തജാബു ലിദാലിക്, എങ്ങനെയാണ് ആ മനുഷ്യന് പിന്നെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക? നമുക്ക് പരാതികൾ ഉണ്ടാവും, റബ്ബന്റെ പ്രാർത്ഥന സ്വീകരിക്കുന്നില്ല. ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുക, ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ വല്ല ഹറാമുണ്ടോ? ഞാൻ സമ്പാദിച്ചു കൂട്ടുന്ന എന്റെ സമ്പാദ്യത്തിൽ വല്ല ഹറാമുണ്ടോ? പലിശയുടെ വല്ല ഇടപാടുകളും എന്റെ ജീവിതത്തിലുണ്ടോ? അന്യനെ വഞ്ചിച്ച അന്യന്റെ പണം കവർന്നെടുത്ത, കൊള്ള ലാഭമെടുത്ത, പൂഴ്ത്തിവെപ്പ് നടത്തി കരിഞ്ചന്ത നടത്തിയ കച്ചവടത്തിന്റെ വല്ല ലാഭവും എന്റെ പോക്കറ്റിലുണ്ടോ? വിദേശത്തായിരുന്നു, പ്രവാസിയായിരുന്നു, ആ കാലഘട്ടങ്ങളിൽ അവിടെ അർബാബിനെ പറ്റിച്ച വല്ല പണവും എന്റെ പോക്കറ്റിലിട്ടിട്ടുണ്ടോ? അതിന്റെ ലാഭം കൊണ്ടാണോ ഞാൻ കഴിക്കുന്നതും കൊടുക്കുന്നതും കുടിക്കുന്നതുമെങ്കിൽ പടച്ച റബ്ബ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരൂല. ഇത് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുക. റമദാന് പോലും സ്വീകരിക്കൂല എന്നാണ്. ജീവിതത്തിലെ ഹറാമിൽ അങ്ങനെ ഊട്ടപ്പെട്ട് നടന്ന് പലിശക്കാരനായി ഹറാം ജീവിതത്തിലുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് പടച്ചോനെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. പിന്നെ രാത്രി നമസ്കാരത്തിനടക്കം പള്ളിയിൽ വന്ന് എല്ലാ ലൈറ്റും ഓഫാക്കുമ്പോഴും മൂലൊക്കെ പ്രാർത്ഥിക്കാൻ ആ മനുഷ്യൻ തിരിച്ചറിയാൻ എന്ന് തിരിച്ചറിഞ്ഞിട്ടും അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ല. എന്താ കാരണം എന്നറിയ, ഹറാം ഒരുപാട് ജീവിതം. പലിശക്കാരനാണ്, അടവുണ്ട്, ലോണുണ്ട്, അത് എന്തൊക്കെ ആയാലും പലിശയുമായിട്ട് അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടൂലെന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണോ, ജീവിതത്തിൽ ഹറാമില്ല എന്ന് തീർച്ചപ്പെടുത്തുക. ഇനി അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രാർത്ഥനയ്ക്ക് 3 രൂപത്തിലാണ് ഉത്തരം കിട്ടുക. 3 രൂപത്തിലാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുക. ചിലപ്പോ ഹറാമിൽ നിന്ന് മുക്തമായി നമ്മൾ ആലോചിക്കാൻ, എന്റെ ജീവിതത്തിൽ ഹറാമില്ല, പലിശന്റെ ഒരു നയാ പൈസന്റെ ഇടപാട് എനിക്കില്ല, ലഹരിയില്ല, ഒരാളെയും വഞ്ചിച്ചിട്ടില്ല, അന്നിങ്ങനെ കുറച്ചൊരു ഇടപാടുണ്ട്, അതൊക്കെ ഞാനത് തീർത്തു, ഇന്ന് എന്റെ ജീവിതത്തിൽ ഹറാമില്ല, എന്നിട്ടും എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ലല്ലോ. അവർക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 രൂപത്തിലാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുക. ഒന്നാമത്തത് എന്തറിയോ, എന്താ നമ്മളോട് ചോദിച്ചത് അതത് തരും. എന്ത് ചോദിച്ചോ അത് പടച്ച റബ്ബ് തരും. ഒന്നാമത്തെ രീതിയാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നത്. പടച്ചോനെ, നിന്റെ കുട്ടിന്റെ ജോലി ഒന്ന് ശരിയാവണേ,
അവർ 3 മാസത്തെ വിസിറ്റിങ്ങിന് പോയത് ഒന്നും ശരിയായിട്ടില്ല, അവരൊരു ജോലി തരപ്പെടുത്തി കൊടുക്കണേ. നമ്മൾ പ്രാർത്ഥിക്കാൻ മകനോട് പറഞ്ഞയച്ചിട്ട് വിസിറ്റിനെ കുറച്ച് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് അവൻ വിളിച്ചു, അപ്പ ഒരു ഇന്റർവ്യൂവിന് പങ്കെടുത്തൊക്കെ റെഡി ആയിട്ടുണ്ട്. അത് നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമാകാം. നമ്മൾ ചോദിച്ചതെന്തോ അത് പടച്ച റബ്ബ് തരും. ഒന്ന്, രണ്ടാമത് നമ്മെ ബാധിക്കേണ്ടിയിരുന്ന ഒരു, നമ്മൾ പറയല്ലേ പടച്ചോനെ ജസ്റ്റ് ഒന്ന് കഴിച്ചിലായി, ഞാൻ കുറച്ചും കൂടി മുന്നിക്കാണെങ്കിൽ പെട്ടേനെ. തെങ്ങിൻ്റെ തേങ്ങ വീഴുമ്പോഴും പറയും പടച്ചോനെ രക്ഷപ്പെട്ടു, എന്റെ തൊട്ടടുത്താ വീണേ. ഇത് നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം. ജീവിതത്തിൽ വരാനിരിക്കുന്ന ഒരു പ്രതിസന്ധിയെ, ഒരു പ്രയാസത്തെ, ഒരു തിന്മയെ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ഉത്തരം തരുന്ന രണ്ടാമത്തെ ഘട്ടം പരലോകത്ത് ഉത്തരം തരും. പരലോകത്ത് നമ്മുടെ ഈ പ്രാർത്ഥന പടച്ചോനെ കുറെ കാലമായി പ്രാർത്ഥിക്കുന്ന അസുഖമാണ്, ഡോക്ടർമാര് പറഞ്ഞു മാറൂല, പക്ഷെ നമുക്ക് വിശ്വാസമുണ്ട് പ്രാർത്ഥിച്ചാൽ മാറും. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, ഒരു നിരാശയില്ല, ഒരു നിരാശയില്ല. നമ്മുടെ ആ അസുഖം മാറിയില്ല എന്ന് തന്നെ വിചാരിക്കുക, അങ്ങനെ മരിച്ചുപോയി. നമ്മുടെ മറ്റു തിന്മകളൊന്നും പ്രയാസങ്ങളൊന്നും തടഞ്ഞതുമില്ല. പക്ഷെ എന്താണെന്നറിയോ, ഈ പ്രാർത്ഥനകൾ വലിയ നന്മകളായി സ്വർഗത്തിലേക്കുള്ള വഴി തുറന്ന് നമ്മെ കാത്തിരിക്കുന്നുണ്ടാകും. 3 രൂപത്തിൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം. 1, ചോദിച്ചത് തരും. 2, വല്ല പ്രയാസവും പ്രതിസന്ധിയും തിന്മയും ജീവിതത്തിൽ നിന്ന് മാറ്റിത്തരും. 3ാമത്തത്, ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ പരലോകത്തത് നന്മയായി രേഖപ്പെടുത്തും. ഇങ്ങനെ 3 രൂപത്തിലാണ് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി. ഇനി എന്ത് നിരാശയാണ് ആവശ്യം? ഇനി എന്ത് നിരാശക്കാ പ്രസക്തിയുള്ളത്? എന്ത് നിരാശക്കാ പ്രസക്തിയുള്ളത്? ഒന്നുമില്ലെങ്കിൽ എനിക്ക് സ്വർഗത്തിലേക്കുള്ള വഴിയെങ്കിലും ഈ പ്രാർത്ഥന കൊണ്ട് എനിക്ക് തുറന്നു കിട്ടുമെന്ന് ചിന്തിക്കാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ കഴിയണമെന്ന് അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദാ സഅല അഹദുക്കും ഫൽയുക്സിർ. ആരെങ്കിലും പ്രാർത്ഥിക്കുകയാണെങ്കിൽ, റബ്ബിനോട് ചോദിക്കുകയാണെങ്കിൽ ധാരാളമായി ചോദിക്കട്ടെ. ഇതിങ്ങനെ നമസ്കാരം കഴിഞ്ഞ് ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ സംഭവിക്കും. സുബ്ഹാനല്ലാഹ് കഴിഞ്ഞ് പിന്നെ സ്ഥിരം ചെല്ലണ ഒരു 4-5 പ്രാർത്ഥനയും കഴിഞ്ഞ് ആ പോണെങ്കിലും അല്ല. എന്താണോ നമ്മുടെ ആവശ്യം, അതെത്ര നിസ്സാരമായി നമുക്ക് തോന്നിയാലും പടച്ച റബ്ബിനോട് ധാരാളമായിട്ട് നിങ്ങൾ ചോദിക്കണം. കാരണം നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങളുടെ റബ്ബിനോടാണ്. ആ റബ്ബിനോട് നിങ്ങൾ ചോദിക്കുമ്പോൾ ധാരാളമായി ചോദിച്ചുകൊണ്ടേയിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് ആലോചിക്കുക. നമ്മളെ ചില കോളൊക്കെ ഇങ്ങോട്ട് വരും. കോള് വരുമ്പോൾ മണിക്കൂറുകളായിരിക്കും ആ കോളിന്റെ സമയം, മണിക്കൂറുകൾ. അതന്ന് വിദേശത്ത് പ്രവാസിയായപ്പോ ഉണ്ടായിരുന്ന ഫ്രണ്ടാണ്. അവനിപ്പോ നാട്ടിൽ വന്ന് ഇപ്പോഴേ നമ്പർ തപ്പിപ്പിടിച്ച് കിട്ടിയത് വിളിക്കൽ എന്നൊരു 15 മിനിറ്റ്. രാത്രി ജോലി തിരക്കും കച്ചവടമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ ഭാര്യയോട് സംസാരിച്ചിരിക്കാൻ സമയമുണ്ട്, കൂട്ടുകാരോട് സല്ലപിച്ചിരിക്കാൻ സമയമുണ്ട്. വാട്സപ്പിലും സോഷ്യൽ മീഡിയകളിലും റീൽസുകളിലൂടെ പോസ്റ്റുകളിലൂടെ ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് അതിങ്ങനെ റിയാക്ഷൻ ഇട്ട് നടക്കാൻ സമയമുണ്ട്. ഒരു ദിവസം എന്റെ റബ്ബിനോട് എന്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും എന്റെ നന്മയും എന്റെ സ്വർഗവും എന്റെ പരലോകത്തെ വിജയത്തിന് വേണ്ടി ഞാനടക്കം ചോദിക്കുന്നതൊക്കെ എനിക്കും പറയാം. ഞാനടക്കം നമ്മൾ എത്ര സമയം ചോദിക്കുന്നുണ്ട് കൂട്ടരെ? ആത്മാർത്ഥമായിട്ട് ചോദിച്ചു. ദുനിയാവിന്റെ വിഷയത്തിൽ നമ്മളൊരു സുഹൃത്തിനോട് സംസാരിക്കുന്ന അത്ര സമയം പോലും പടച്ച റബ്ബിനോട് പരലോകത്തെ കുറിച്ച് ചോദിക്കാൻ നമുക്ക് സമയമില്ലെങ്കിൽ ഈ നോമ്പ് കൊണ്ട് എന്ത് ഫലമാണുള്ളത് കൂട്ടരെ? നമ്മൾ ആത്മാർത്ഥമായിട്ട് ആലോചിക്കേണ്ട വിഷയമാണ്. ഇവിടെയാണ് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന 10 കാര്യങ്ങൾ. ആ 10 കാര്യങ്ങൾ ഞാൻ പറയും. അതേപോലെ തന്നെ പ്രാർത്ഥനക്ക് 1ാമത്തെ പോയിന്റ്, അതിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുക. ആരോട് എടുത്തു പറയാ? അള്ളാഹുവിനോട് നന്മകൾ എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഒരു ചരിത്രം പറയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗുഹയിലകപ്പെട്ട 3 മനുഷ്യരെ കുറിച്ച് കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. 3 മനുഷ്യരെ കുറിച്ച് കഥ പറഞ്ഞു തന്നു. ആ 3 ആളുകളും ഗുഹാമുഖത്തെ ആ കല്ലിന്റെ ആ തടസ്സം നീങ്ങാൻ അവർ ചെയ്തതെന്തെന്നറിയോ? തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ നന്മയെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു. അതിൽ 3ാമത്തെ വിളിച്ചു, ജോലിക്കാരെ വിളിച്ചു. ആ മനുഷ്യൻ ജോലി ചെയ്തു, കൂലി വാങ്ങാതെ പോയി. സുഹീഹുൽ ബുഖാരിയിലെ 2743 ഹദീസിൽ ഈ ചരിത്രത്തെ കാണാം. ജോലിക്കാരന് ജോലി വാങ്ങാതെ, ആ ജോലിയുടെ കൂലി വാങ്ങാതെ അയാൾ മടങ്ങിപ്പോയി. ഈ മുതലാളി ഈ കൂലി കൊടുക്കണല്ലോ എന്ന് കരുതിയിട്ട് ആ കൂലി കൊണ്ട് അയാൾ എന്തു ചെയ്തു എന്നറിയോ? അയാളുടെ ബിസിനസ്സിലേക്ക് ഇറക്കി. എന്ന് പറഞ്ഞാൽ കുറച്ച് കാലികളെ വാങ്ങി ഈ ജോലിക്കാരന് കൊടുക്കാനുണ്ടായിരുന്ന കൂലി കൊണ്ട്. ആ കാലി സമ്പത്ത് വളർന്ന് വലിയ ചായ്വരകളോളം കാലി സമ്പത്തുണ്ടായി. അവസാനം ഒരിക്കൽ ആഴ്ചകൾക്ക് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ആ മനുഷ്യൻ തിരിച്ചു വന്നിട്ട് ചോദിക്കാണ്, ഞാൻ അന്ന് ജോലി ചെയ്തു പോയി, അന്ന് ഞാൻ തിരക്കുണ്ടായിട്ട് പോയതാ,
പക്ഷെ അതിന്റെ കൂലി ഇന്ന് നിങ്ങൾ എനിക്ക് തരണം, ഇന്ന് ഞാൻ അല്പം പ്രയാസത്തിലാണ്. ഈ മനുഷ്യൻ എന്ത് ചെയ്തു എന്നറിയോ? അന്നെടുത്ത കൂലിയല്ല കൊടുത്തത്. ഈ കൂലി കൊണ്ട് അവന്റെ ബിസിനസ്സിലേക്ക് ഇറക്കി അവന്റെ കാലി സമ്പത്ത് മുഴുവൻ താഴ്വരകളോളം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞ മനുഷ്യ, ഇത് നിനക്കുള്ളതാ, ഇത് നിനക്കുള്ളതാ. ആ മനുഷ്യൻ സന്തോഷം കൊണ്ട് ആ കാലികളെ ഇങ്ങനെ തെളിച്ചുപോയി. ഈ കാര്യത്തെ ഈ മനുഷ്യൻ ഗുഹയിലിരുന്ന് പറഞ്ഞു, പടച്ചോടെ നിന്റെ ഹിതത്തിന് വേണ്ടിയാണ് ഞാനത് ചെയ്തത്. എനിക്ക് വേണമെങ്കിൽ ഒരു ദിവസത്തെ കൂലി കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ നിന്റെ ഇഷ്ടത്തിന് വേണ്ടി, നിന്നോടുള്ള ഹക്കാലോചിച്ചുകൊണ്ട് റബ്ബേ ഞാൻ ആ മനുഷ്യനത് കൊടുത്തത്. ഇതൊരു സൽക്കർമ്മമാണെങ്കിൽ റബ്ബേ ഞങ്ങൾ ഈ പ്രയാസത്തിൽ നിന്ന് മാറ്റിത്തരേണമെന്നാണ്. മൂന്നാമത്തെ മനുഷ്യനും പ്രാർത്ഥിക്കുമ്പോ ആ ഗുഹയിൽ നിന്ന് പുറത്തു കിടക്കാൻ മാത്രം ആ ഗുഹാമുഖത്തെ, ആ തടസ്സത്തെ പടച്ച റബ്ബ് മാറ്റിയതാണ്. നമ്മൾ ആലോചിക്കേണ്ടത് എന്തു നന്മയാണ് പ്രാർത്ഥിക്കാനുള്ളത്. ആരുമറിയാതെ ഒരു സാധുവിനെ സഹായിച്ചതുണ്ടോ? ഒരു സാധുവിന് ഭക്ഷണം കൊടുത്ത നന്മയെങ്കിലും റബ്ബേ എടുത്തു പറഞ്ഞു പ്രാർത്ഥിക്കാൻ എന്തുണ്ട് നമ്മുടെ ഹൃദയത്തിൽ? ആലോചിച്ചു, എന്തുണ്ട്? ആർക്കും അറിയില്ല. ഭാര്യക്കറിയില്ല, കൂട്ടുകാർക്കറിയില്ല, കടയിലുള്ള ജോലിക്കാർക്കറിയില്ല, ആർക്കും അറിയില്ല, ഒരു കുട്ടിക്കും അറിയില്ല. നമുക്കും പടച്ച റബ്ബിനും മാത്രമുള്ള രഹസ്യമായ വല്ല നന്മയുമുണ്ടോ എന്നാണ് അള്ളാന്റെ മുമ്പില്. ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോ പടച്ചോടെ ഞാൻ അന്ന് അങ്ങനെ ചെയ്തത്, അയാളെ ഞാൻ സഹായിച്ചത് എന്റെ കയ്യിൽ ഉണ്ടായിട്ടല്ല റബ്ബേ, നിന്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട് എന്ന് പറയാനുള്ള ഒരു നന്മയെങ്കിലും ഇത്രകാലത്തെ ജീവിതത്തിനിടയ്ക്ക് സമ്പാദിക്കാൻ പ്രിയപ്പെട്ടവരെ സാധിച്ചിട്ടുണ്ടോന്നാണ്. അപ്പോ പ്രാർത്ഥന സ്വീകരിക്കേണ്ടുന്ന ഒന്നാമത്തെ കാര്യം, നമ്മൾ ചെയ്ത നന്മകളെ റബ്ബിന് മുന്നിൽ ഇറക്കി വെച്ച് ആ നന്മയെ മുൻനിർത്തി പ്രാർത്ഥിക്കുക. അതിനു വേണ്ടിയിട്ടെങ്കിലും കൂട്ടരെ കുറച്ച് നന്മകൾ ഉണ്ടാക്കണം. റബ്ബേ ഞാനത് ചെയ്തത്, എന്റെ കുട്ടിയോട് ഞാൻ ഇത് ചെയ്തത്, എന്റെ കുഞ്ഞിന് അന്ന് അങ്ങനെയൊക്കെ ആളുകൾ പറഞ്ഞിട്ടും ആ തൗഹീദുള്ളവന് ഞാൻ കെട്ടിച്ചു കൊടുത്തത് റബ്ബേ നിന്റെ ഇഷ്ടം ആഗ്രഹിച്ചിട്ടാ. ഇങ്ങനെ പടച്ച റബ്ബിനോട് പറയാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞു. ഈ നന്മകൾ വെച്ച് റബ്ബിനോട് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്നാണ്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ മഹത്തായ നാമങ്ങളും വിശേഷണങ്ങളും എടുത്തു പറയാം. അള്ളാഹുവേ എന്ന വിളി മാത്രമല്ലല്ലോ, റബ്ബേ എന്ന വിളിക്കപ്പുറം, അള്ളാഹുവേ എന്ന വിളിക്കപ്പുറം അള്ളാഹുവിന്റെ 99 നാമങ്ങളില്ലേ? നമുക്ക് അറിയോ? നമ്മൾ ആദ്യം ആലോചിച്ച് നോക്കേണ്ടതാണ്. ഇതൊക്കെ എനിക്ക് അറിയോ? ഇനി അതൊക്കെ കേട്ടാൽ തന്നെ അതിന്റെ അർത്ഥം എനിക്കറിയോ? പട്ടിണിയിൽ നിന്ന് രക്ഷ നേടാൻ പടച്ചോനെ റാസിക്കാണല്ലോ റബ്ബേ, റാസിക്കാണല്ലോ നീ, എനിക്ക് റിസ്ക് തരണേ. ഇതൊരു പ്രാർത്ഥനയുടെ ശൈലിയാണ്. റാഹിമാണല്ലോ റബ്ബേ എന്നോട് കരുണ കാണിക്കണേ, ഗഫൂറാണല്ലോ റബ്ബേ എനിക്ക് പുറത്തു തരണേ. ഇങ്ങനെ റബ്ബിന്റെ നാമഗുണ വിശേഷണങ്ങളെ എടുത്തു പറഞ്ഞു പ്രാർത്ഥിച്ചാൽ പടച്ച റബ്ബിൽ നിന്ന് ഉത്തരം കിട്ടാൻ സാധ്യതകൾ കൂടുതലാണ്. മൂന്നാമത്തെ പോയിന്റ്, ഹംദും സ്വലാത്തും ചൊല്ലി ആരംഭിക്കുക. പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴേ നമ്മളൊക്കെ രാത്രി ചിലപ്പോ ഇന്ന് കുറച്ച് പ്രാർത്ഥിക്കാം, ഖിയാമുല്ലയിൽ അല്ലെങ്കിൽ എത്തിക്കാം. നമ്മളൊക്കെ ചിലപ്പോ ഈ പള്ളിയിലുള്ള ആളുകളായിക്കോണം, നമ്മളൊക്കെ വൈകുന്നേരം നമ്മുടെ മഹലിലേക്കൊക്കെ മടങ്ങി പോകാറുള്ള അവിടെ നമ്മുടെ പള്ളിയിൽ ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോ എന്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ. ഇബ്രാഹിമി സ്വലാത്ത് തന്നെ നമസ്കാരത്തിൽ നമ്മൾ പറയുന്ന സ്വലാത്ത് ഉണ്ടല്ലോ, സ്വലാത്ത്. ആ സ്വലാത്ത് ആമുഖമായി ചൊല്ലിയിട്ട് പ്രാർത്ഥിക്കുക നമ്മുടെ വിഷയങ്ങൾ. എങ്കിൽ സാധ്യത കൂടുതലാണെന്ന് ഈ ഹദീസിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അഞ്ചാമത്തെ കാര്യം എന്തെന്നറിയോ? ഉത്തരം കിട്ടുമെന്ന ദൃഢബോധത്തോടു കൂടി പ്രാർത്ഥിക്കാം. ഇദാ ദഅ അഹദുകും ഫൽയഅ്സിമിൽ മസ്അല വലാ യഖൂലന്ന അല്ലാഹുമ്മ ഇൻ ശഅത ഫഅ്തിനി. അല്ലാഹുവേ നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എനിക്കിത് തരണമേ എന്ന് പറയാൻ പാടില്ല. അല്ലാഹ് നീ ഉദ്ദേശിക്കുന്നുണ്ട് എനിക്കിത് തരി, നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എനിക്കിത് തരുന്നില്ല. പടച്ചോനെ എനിക്കിത് താ, ഞാൻ അതിന്റെ ആവശ്യക്കാരനാണ് റബ്ബേ, എനിക്കത് വേണം റബ്ബേ എന്ന് ആത്മാർത്ഥമായി ദൃഢനിശ്ചയത്തോടു കൂടി പ്രാർത്ഥിക്കാം. ചില വിഷയങ്ങളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പറയാം, പടച്ചോനെ അതെനിക്ക് ഹൈറാണെങ്കിൽ ഇന്ന അവിടെ എത്തിക്കണേ എന്ന് പറയാം എന്നതല്ലാതെ നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എനിക്കുള്ള ഒരു കണ്ടീഷൻ പടച്ച റബ്ബിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആറാമത്തെ കാര്യം എന്തെന്നറിയോ? ശബ്ദം താഴ്ത്തി രഹസ്യമായിട്ട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൂടുതൽ പ്രതീക്ഷിക്കാമെന്നാണ്. ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ എന്ന് പറഞ്ഞതിന്റെ കൂടെ പറയാൻ ഇദ്ഉ റബ്ബക്കും തദർറുഅൻ വഖഫിയ. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് താഴ്മ കാണിച്ചുകൊണ്ടും സ്വകാര്യമായി കൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കാം.
നാലാള് കാണിക ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ റബ്ബിനോട് ആത്മാർത്ഥമായി സ്വകാര്യമായി വിനയത്തോടു കൂടി പ്രാർത്ഥിക്കലാണ് ഖൈറെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന പഠിപ്പിച്ചു തരികയാണ് വിശുദ്ധ ഖുർആൻ. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം വാർദ്ധക്യമാണ്, ഒരു കുഞ്ഞില്ല, എന്തൊരു വിഷമമുണ്ടാവുന്ന ആലോചിച്ചു, ഒരു വാപ്പാന്റെ സ്ഥാനത്ത് നിന്ന് ആലോചിച്ചു. അവിടെ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന സൂറത്തു മറിയമിൽ ഇങ്ങനെ പഠിപ്പിച്ചു തരുമ്പോ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് രഹസ്യമായി വിളിച്ചു പ്രാർത്ഥിച്ചപ്പോൾ അപ്പോഴേ രഹസ്യമായിട്ട് അള്ളാഹുവിനോടും ചില സ്വകാര്യ സംഭാഷണങ്ങളും പ്രാർത്ഥനകളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് സാരം. എട്ടാമത്തെ കാര്യം എന്തെന്ന് ചോദിച്ചാൽ ഭയപ്പാടോടുകൂടി പ്രതീക്ഷയോടുകൂടി പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കണമെന്ന എനിക്കിത് റബ്ബ് തരും, ഇത് പ്രാർത്ഥിക്കുമ്പോ തന്നെ എനിക്കത് കിട്ടാനൊന്നും സാധ്യതയില്ല എന്ന ഹൃദയത്തിലല്ല, എനിക്കെന്റെ റബ്ബ് ഇത് തരും, ഞാൻ ഈ ചോദിച്ചത് എന്റെ റബ്ബ് എനിക്ക് തരുമെന്ന ഒരു ദൃഢനിശ്ചയത്തോടുകൂടി ഭീതിയോടുകൂടി അള്ളാഹുവിനോടുള്ള ഒരു ബഹുമാനത്തോടുകൂടി പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ കഴിയണം. അതാ അവര് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാണ് ഭയത്തോടുകൂടിയും പ്രത്യാശയോടുകൂടി. ഈ പ്രാർത്ഥനയ്ക്ക് എന്റെ റബ്ബിനിക്ക് ഉത്തരം തരുമെന്ന് അങ്ങേയറ്റത്തെ ഒരു പ്രതീക്ഷയോടുകൂടിയായിരിക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രാർത്ഥനകൾ. എങ്കിൽ അത്തരം പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട്. ഞാൻ ഒമ്പതാമത്തൊരു പ്രാർത്ഥനയുടെ മര്യാദകൾ പറയുന്നിടത്ത് പറയാണ്, ഉളുവൊക്കെ എടുത്തിട്ട് പ്രാർത്ഥിച്ചാൽ അതിന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ സാധ്യത കൂടുതലാണ്. നമ്മളിങ്ങനെ വെറും നമസ്കാര ശേഷം മാത്രം പ്രാർത്ഥിക്കുന്നവരായി നമ്മൾ മാറരുത്. ഞാൻ എപ്പോഴാ അത് നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയാൽ കുറച്ച് പ്രാർത്ഥിക്കും, അല്ല അത് മാത്രം ആവരുത്. പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം പള്ളിയിൽ വരാലോ, പള്ളിയിൽ വരുമ്പോ ഉദു കൊടുത്ത് രണ്ടരക്കത് തഹിയ്യത്ത് നിസ്കരിച്ചിട്ട് പ്രാർത്ഥിക്കാം. വീട്ടിൽ വെറുതെ ഇരുന്ന് രാത്രി ഉറക്കത്തിൽ നിന്ന് ഉണർന്നു ഞാൻ അടക്കം പറയും, നമുക്ക് കുറച്ച് സമയം വേണമെങ്കിൽ അള്ളാഹിനോടൊന്ന് ഇരുന്ന് പ്രാർത്ഥനക്ക് അറുതി വന്നിട്ടുണ്ടോ? എല്ലാം മാറി, എല്ലാം നന്മ മാത്രം ജീവിതത്തിൽ മരിച്ചു കിട്ടിയാൽ സ്വർഗമെന്ന് ആരും കരുതുന്നില്ല. എല്ലാവരുടെ ജീവിതത്തിലും പ്രയാസങ്ങളും ആവശ്യങ്ങളും പ്രതിസന്ധി. റബ്ബിനോടല്ലാതെ ആരോട് പറയും കൂട്ടരെ? പറഞ്ഞത് ഖിബിലക്ക് അഭിമുഖമായി നിന്നു പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനയുടെ മര്യാദകളിൽ പെട്ടതാണ്. ഇനി ഖിബിലക്ക് അല്ലാതിരുന്ന് പ്രാർത്ഥിച്ചൂടെ? ഒരു കുഴപ്പമില്ല. പക്ഷെ ഖിബിലക്ക് അഭിമുഖമായി നിന്ന് പ്രാർത്ഥിക്കുക എന്നത് പ്രാർത്ഥനയുടെ മര്യാദകളിൽ പെട്ടതാണ്. 10 വളരെ പെട്ടെന്ന് ഒന്നുകൂടി പറഞ്ഞു തരാം, അവസാനം മുതൽ മുകളിലേക്ക്. 1, പ്രാർത്ഥനയുടെ മര്യാദകൾ പറയാന് ഖിബിലക്ക് മുന്നിട്ട് പ്രാർത്ഥിക്കുക, അതേപോലെ ഉളുവെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക, പേടിയോടുകൂടി, അതേപോലെ തന്നെ പ്രതീക്ഷയോടുകൂടിയുള്ള പ്രാർത്ഥന, അതേപോലെ ശബ്ദം താഴ്ത്തി രഹസ്യമായി കൊണ്ട് പ്രാർത്ഥിക്കുക, ഉത്തരം കിട്ടുമെന്ന ദൃഢനിശ്ചയത്തോടുകൂടി പ്രാർത്ഥിക്കുക, ഹംദും സ്വലാത്തും ചൊല്ലി പ്രാർത്ഥന ആരംഭിക്കുക, അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളെ മുൻനിർത്തി വെറും ഒരു പടച്ചോനെ അള്ളാഹ് എന്ന് മാത്രമല്ല അതിനപ്പുറത്ത് ആ നാമഗുണ വിശേഷണങ്ങളൊക്കെ പറഞ്ഞ് സാഹചര്യത്തിനെടുത്ത് ഉപയോഗിക്കുന്ന വിജ്ഞാനം ഉണ്ടാക്കി അങ്ങനെ പ്രാർത്ഥന ജീവിതത്തിൽ കൊണ്ടുവരിക. നന്മകൾ എടുത്തു പറയാം റബ്ബിന് മുന്നിൽ നന്മകൾ എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്താൽ 10 പ്രാർത്ഥനയുടെ മര്യാദകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. അതേപോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ചില സന്ദർഭങ്ങൾ കൂടി നമുക്ക് ചർച്ച ചെയ്യണം. ഒന്നാമത്തത്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭം 1, സുജൂദിൽ കിടന്നിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. സുജൂദിൽ കിടന്നിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. അക്രമമായ പോലെ ഒരു അടിമാവന്റെ റബ്ബിനോട് ഏറ്റവും അടുത്തു വരുന്നത് അവൻ സുജൂദ് ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് ദുആ അധികരിപ്പിച്ചോ സുജൂദിൽ. അപ്പൊ സുജൂദിൽ കിടന്ന് പ്രാർത്ഥിച്ചാൽ അത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ സാധ്യത കൂടുതലാണ്. അപ്പോ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളെ കുറിച്ച് പറയുമ്പോ സുജൂദിൽ കിടന്നിട്ടുള്ള പ്രാർത്ഥന, ഒറ്റക്കൊക്കെ നമസ്കരിക്കുമ്പോഴേ സുജൂദൊക്കെ കുറച്ചങ്ങോട്ട് നീണ്ടോട്ടെ. അള്ളാഹിനോടൊക്കെ പറയാ, ഒറ്റക്കല്ലേ. ഇനി എങ്ങനെ ഏത് നമസ്കാരാണെങ്കിലും ഒറ്റക്ക്. പിന്നെ ഫർദ് നമസ്കാരത്തെ പറ്റി അല്ല പറഞ്ഞേ, നമ്മളല്ലാതൊക്കെ നിസ്കരിക്കണ്ടല്ലോ, രാത്രിയൊക്കെ നിസ്കരിക്കണില്ലേ, അവിടെയൊക്കെ സുജൂദ് ഒന്നങ്ങ് ദീർഘിപ്പിച്ചു പറയാനുള്ളതൊക്കെ പറഞ്ഞു കുറച്ച് സമയം നീണ്ടു പോട്ടെ. കാരണം അള്ളാഹുവിനോട് നമ്മൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയം സുജൂദില.
നമുക്ക് വേണ്ടപ്പെട്ട ഒരാളോട് അകന്നു നിന്നിട്ട് അല്ലല്ലോ സംസാരിക്കുക, ചേർത്ത് നിർത്തിയിട്ടാ സംസാരിക്കുക, തൊട്ടടുത്ത് നിർത്തിയിട്ടാ സംസാരിക്കുക. പടച്ച റബ്ബ് നമ്മുടെ തൊട്ടടുത്തുണ്ടാവുക, അത് സുജൂദിൽ കിടക്കുമ്പോഴാണ്. അപ്പൊ സുജൂദിൽ കിടന്ന് പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം ഏതെന്നറിയോ? വാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മൂന്നാളുകളുടെ പ്രാർത്ഥന പടച്ച റബ്ബ് തടയുകയില്ല. ഒന്നാമത്തെ ആള് പറഞ്ഞാൽ നോമ്പുകാരന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. നേരത്തെ നമ്മൾ ചോദിച്ച ചോദ്യല്ലേ, ഈ റമദാനിൽ എത്ര പ്രാർത്ഥന, എത്ര മിനിറ്റ് ഞാൻ അധികരിപ്പിച്ചു? ഓരോരുത്തരും നോമ്പുകാരന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ നമ്മൾ എത്ര പ്രാർത്ഥിച്ചു? നോമ്പ് തുറക്കുന്ന സമയത്തെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന് പഠിപ്പിക്കപ്പെട്ടു. വേറെ ഹദീസുകളിൽ കാണാൻ കഴിയും. നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ എന്ന് ആലോചിച്ചു. ഈ നോമ്പ് തീരാനായി നമ്മുടെ വീട്ടിലെ സാഹചര്യം എന്താ? നോമ്പ് തുറക്കുമ്പോ ചിലപ്പോ വാപ്പാരും കുട്ടികളൊക്കെ ചിലപ്പോ തീന്മേശന്റെ അടുത്ത് റെഡി ആയിരിക്കും. ഉമ്മമാരോട് അവർ അടുക്കളയിൽ വാങ്ങ് കൊടുക്കുമ്പോൾ ഓടിക്കൊണ്ടിരിക്കുക, ജ്യൂസ് അടിക്കണം, മൂപ്പരാക്ക് നല്ല ചൂടുള്ള ചായ വേണം, അത് അപ്പോഴേ വെക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞങ്ങനെ നിൽക്കും. ഒന്ന് ഒരുമിച്ചിരുന്ന് എല്ലാവരെയും കൂട്ടിയിരുത്തി ആ സമയത്ത് ഒരു പ്രാർത്ഥന പറഞ്ഞ് ആ സമയത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു ഒരു മിനിറ്റെങ്കിലും പ്രിയപ്പെട്ടവരെ ചെലവഴിക്കാൻ കഴിയുന്നുണ്ടോന്നാണ്. അപ്പോ നോമ്പുകാരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ തന്നെയാണ് രാത്രിയിലെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. തീർച്ചയായിട്ടും രാത്രിയിൽ ഒരു സമയമുണ്ട്. ലോകത്തെ വിഷയമാവട്ടെ, ദുനിയാവിന്റെ വിഷയമാവട്ടെ, ആ രാത്രിയിൽ ആ സമയത്ത് ഒരു അടിമയുടെ തേട്ടം ഒരുമിച്ച് വന്നാൽ അതല്ലാഹു അവന് കൊടുക്കാതിരിക്കൂല. രാത്രിയിൽ ഒരു സമയമുണ്ട്, കുറച്ച് പ്രയാസാണ്, ഉറങ്ങണ സമയം. ആ ഉറങ്ങണ സമയത്തിൽ ഒരു കുറച്ച് സമയമെങ്കിലും മാറ്റിവെച്ച് പടച്ച റബ്ബിനോട് ചോദിക്കാൻ കഴിഞ്ഞാൽ ആ പ്രാർത്ഥനക്ക് ഉത്തരമുണ്ട്. ആ അതീത് അവസാനിക്കുന്നത് എങ്ങനെയെന്നറിയോ? അതെല്ലാ ദിവസത്തിലും ഉണ്ട്. അത് ഏതെങ്കിലും ഒരു ദിവസം നല്ല പറഞ്ഞു, അത് എല്ലാ ദിവസത്തിലും ഉണ്ട്. എത്ര ദിവസങ്ങളായി ജീവിതത്തിൽ നമ്മുടെ ആയുസ്സുമായി ചേർത്ത് വെച്ച് നോക്കൂ. എത്ര രാത്രികൾ കഴിഞ്ഞുപോയി. ഒരു 5 മിനിറ്റെങ്കിലും രാത്രി ഒന്ന് മൂത്രമൊഴിക്കാൻ ഉണർന്നപ്പോഴെങ്കിലും അന്ന് ക്ലാസ്സിന് കേട്ടണം, എന്നായിക്കോട്ടെ ഒരു 5 മിനിറ്റ് പ്രാർത്ഥിക്കാമെന്ന് കരുതി പറഞ്ഞ ചരിത്രം നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. വീണ്ടും അതാ പറയുന്ന രാത്രിയുടെ അവസാന സമയം എന്നത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമായി പഠിപ്പിച്ചു തന്നു. യൻസിലു റബ്ബുനാ തബാറക വതആല കുല്ല ലൈലത്തിൻ ഇല സമാഇ ദുനിയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാത്രിയിലും റബ്ബ് ഒന്നാനാകാശത്തിലേക്ക് ഇറങ്ങി വരും. ഹീന യബ്ഖാ തുലുസുൽ ലൈലിൽ ആഖിർ, രാത്രിയുടെ അവസാനത്തെ 1/3 ശേഷിക്കുന്ന വേളയിൽ യഖൂൽ, എന്നിട്ട് വിളിച്ചു ചോദിക്കുകയാണ്, മൻ യദഊനി ഫസ്തജീബ ലഹു, ആരാണ് എന്നോട് ചോദിക്കുന്നത്, ആരാണ് എന്നോട് പ്രാർത്ഥിക്കുന്നത്, അവന് ഞാൻ ഉത്തരം നൽകാം. മൻ യസ്അൽനി ഫഉതീഹു, ആരെന്നോട് ചോദിക്കുന്നുണ്ടോ അവന് ഞാൻ നൽകാം. മൻ യസ്തഗ്ഫിറുനി ഫഗ്ഫിർ ലഹു, ആരാണോ എന്നോട് പാപമോചനം തേടുന്നത് അവന് ഞാൻ പാപമോചനം കൊടുക്കാം. ഓരോ രാത്രിയുടെയും അവസാന സമയത്ത് സംഭവിക്കുന്നതാണ്. ഇതൊക്കെ ഉപയോഗപ്പെടുത്താൻ എനിക്കും നിങ്ങൾക്കും പറ്റിയിട്ടുണ്ടോ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കുക. അതേപോലെ പ്രാർത്ഥനയുടെ ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ഹദീസുകളിൽ കാണാം, സംസം കുടിക്കുന്ന സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. അത് നമുക്ക് കാണാൻ കഴിയുന്ന ഇമാം ഇബ്നു മാജ ഉദ്ധരിക്കുന്ന 3178 ഹദീസായി രേഖപ്പെടുത്തി. സംസം കുടിക്കുന്നത് എന്തിനാണോ അത് അതിനുള്ളതാണ്. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് സംസം കുടിക്കുന്ന വേളയിൽ പണ്ഡിത ലോകം കൃത്യമായി രേഖപ്പെടുത്തി. 6ാമത്തെ കാര്യം എന്തെന്നറിയോ? ഹജ്ജും ഉംറയും ചെയ്യുന്ന സമയത്ത് ഹാജിമാരും അതേപോലെ തന്നെ ഉംറ ചെയ്യുന്നവരും അള്ളാഹുവിന്റെ യാത്രാ സംഘങ്ങളാകുന്നു. അവനോട് പ്രാർത്ഥിച്ചാൽ അവനവൻക്ക് ഉത്തരം നൽകും. അപ്പൊ ഹാജിമാരായിട്ടുള്ള ഉംറക്ക് പോകുന്ന ആളുകളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. അവർ പടച്ചറപ്പിനോട് പാപമോചനം തേടിയാൽ പടച്ചറപ്പ് അവർക്ക് പാപമോചനം നൽകുമെന്നാണ്
അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഉംറക്കൊക്കെ പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥനാ വസിയത്തുകളൊക്കെ കൊടുക്കാറുണ്ട്. ആ ഉംറക്ക് പോകാനും ഒരു ഹജ്ജിനൊക്കെ പോകാനുള്ള തൗഫീക്ക് പടച്ച റബ്ബ് എല്ലാവർക്കും നൽകി, നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ ഒരു സാഹചര്യം അവസരമൊക്കെ കിട്ടിയാലേ അത് നന്നായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത്തരം ആളുകളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്നാൽ ഏഴാമത്തെ ഒരു കാര്യമായിട്ട് പറയണേ, വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു സമയമുണ്ട്. ആ സമയം എപ്പോഴും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ഫിഖ്ഹി മസ്അലകളിലൊക്കെ 24 മണിക്കൂറുള്ള സമയത്തിന്റെ ചർച്ചകളെ കുറിച്ച് 40ഓളം സമയങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത് കാണുമെങ്കിൽ പക്ഷെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു സമയമുണ്ട്. അവൻ പ്രാർത്ഥിച്ചുകൊണ്ട്, അവൻ നമസ്കരിച്ചുകൊണ്ട് ആ സമയത്തോട് റബ്ബിനോട് ചോദിക്കുകയാണെങ്കിൽ എന്ത് ചോദിച്ചുവോ അത് റബ്ബ് കൊടുക്കില്ല. പറഞ്ഞതിനർത്ഥം നമുക്ക് ചെയ്യാൻ പറ്റണ എന്താ, വെള്ളിയാഴ്ച ദിവസത്തെ അതിന്റെ ഒരു പരിഗണനയിൽ തന്നെ എടുത്തിട്ടേ ആ ദിവസം സാധാരണ ദിവസങ്ങളെക്കാൾ കൂടുതൽ പ്രാർത്ഥിക്കാനും ദിക്ർ ചൊല്ലാനും ഖുർആൻ പാരായണം ചെയ്യാൻ ഒരു സമയത്ത് നമ്മൾ മാറ്റിവെക്കണം. ഇത് എപ്പോ തുടങ്ങും? രാത്രി 12 മണിക്ക് തുടങ്ങണ കണക്കല്ലല്ലോ നമ്മുടെ അറബ് മാസവുമായി ബന്ധപ്പെട്ട അറബ് ദിവസങ്ങളെ. വ്യാഴാഴ്ച മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ വെള്ളിയാഴ്ച മഗ്‌രിബ് നിസ്കാരം വരെ നീണ്ടു നിൽക്കുന്ന സമയത്തിൽ എപ്പോഴോ ആണ് ഈ ഒരു പ്രത്യേക സമയമുള്ളത്. ആ സമയത്ത് ഒരു അടിമ ചോദിച്ചാൽ പടച്ച റബ്ബ് കൊടുക്കുമെന്നാണ്. എട്ടാമത്തെ ഒരു കാര്യം അല്ലെങ്കിൽ സാഹചര്യം, സന്ദർഭം വന്നത് ഏത് പ്രാർത്ഥനയാണ് ഏത് പ്രാർത്ഥനയാണ് ഏറ്റവും കൂടുതൽ പടച്ച റബ്ബ് കേൾക്കപ്പെടുക എന്ന് ചോദിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞു കൊടുക്കുന്ന ഒന്ന് ജൗഫുൽ ലൈലി, രാത്രിയുടെ അന്ത്യയാമങ്ങളിലുള്ള പ്രാർത്ഥന. നേരത്തെ നമ്മൾ വിശദീകരിച്ചു. അതിന്റെ കൂടെ ചേർത്ത് പറയുന്നു നിർബന്ധ നമസ്കാരങ്ങൾക്കു ശേഷം എന്ന വിശദീകരണം അതിനുണ്ട്. അതേപോലെ സലാം വീട്ടുന്നതിന്റെ തൊട്ടു മുമ്പുള്ള പ്രാർത്ഥന, 2 വിശദീകരണം ആ ഹദീസിനുണ്ട്. ദുബരി സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നാലും സലാം വീട്ടിക്കഴിഞ്ഞ ശേഷമുള്ള പ്രാർത്ഥനയായാലും സലാം വീട്ടുന്നതിന്റെ തൊട്ടു മുമ്പ് നമ്മൾ എത്രയോ പ്രാർത്ഥിക്കുന്നുണ്ട്. സലാം വീട്ടുന്നതിന്റെ തൊട്ടു മുമ്പ് ആ അത്തഹിയാത്തും സ്വലാത്തും കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥനന്റെ അർത്ഥമൊക്കെ നമ്മളൊന്ന് പ്രിയപ്പെട്ടവർ ഈ റമദാനിലൊക്കെ ഒന്ന് എടുത്ത് മനസ്സിലാക്കാൻ കഴിയാം. അള്ളാഹു പിന്നെ ഉഫറിൽ വെച്ച് പറയുന്ന എത്രയോ പ്രാർത്ഥനകളും എത്ര നല്ല അർത്ഥമാണ്. ഇതൊക്കെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. വെറുതെ അത് മദ്രസയിൽ അന്ന് പഠിച്ചതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഇരുത്തം ഇരുന്നാലാണ് ഹൃദയത്തേക്കാണ് വന്നോളും എന്ന തരത്തിലായി മാറാൻ പാടില്ല. ആ അർത്ഥം അങ്ങനെ അറിഞ്ഞത് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്നാൽ അതേപോലെ തന്നെയാണ് ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള സമയം. ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള ഒരു സമയം. ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളിക്ക് വന്നാൽ ഇഖാമത്തിന് ഇടയിൽ കിട്ടുന്ന ഒരു സമയം ഉണ്ടല്ലോ, ആ സമയം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൂടുതൽ പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമാണ് എന്ന് ഹദീസുകളിൽ പറഞ്ഞു. അതേപോലെ തന്നെ പറഞ്ഞു, തുടക്കഭാഗത്തിൽ നമ്മൾ പറഞ്ഞു യാത്രക്കാരന്റെ പ്രാർത്ഥനയെ കുറിച്ച്. ദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്നാണ്. അപ്പോൾ നമ്മൾ യാത്ര പോകുമ്പോൾ യഥാർത്ഥത്തിൽ യാത്ര എന്ന് പറഞ്ഞാൽ കിറ്റാച്ചുമിനൽ അദാബാണ്. അത് ശിക്ഷയുടെ ഒരു ഭാഗം, കുറച്ച് പ്രയാസം. ആ കാലഘട്ടത്തിലെ യാത്ര, ഈ കാലഘട്ടത്തിലെ യാത്ര ചിലപ്പോ വലിയൊരു പ്രയാസം നമുക്ക് ഉണ്ടാക്കിക്കൊള്ളണമെന്നില്ല. എന്നാൽ പോലും നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണ്. ഒരു യാത്ര ഇവിടുന്ന് എങ്ങോട്ട്, കോഴിക്കോട്ടേക്കാ പോണ, ആയിക്കോട്ടെ, ആ കോഴിക്കോട്ടേക്ക് ഒരു ബസ്സിൽ കയറി ഇങ്ങനെ ഇരുന്ന ബസ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോഴേ ഈ നീയത്തോടു കൂടിയാണ് ചോദിക്കുക റബ്ബിനോടെ. അവിടെ ഇങ്ങനെ കൈ ഉയർത്താൻ നിൽക്കേണ്ട റബ്ബിൽ ഇങ്ങനെ പറഞ്ഞാലും കേൾക്കൂടെ? ഒന്ന് കണ്ണ് ചിമ്പി ഇരുന്നിട്ടാണെങ്കിലും നമുക്ക് ആവശ്യമുള്ളത് ആ ബസ്സിലിരുന്നാലും കാറിലിരുന്നാലും ഫ്ലൈറ്റിലിരുന്നാലും ഇനി ഒരു നടന്നുകൊണ്ട് കുറച്ചാണ് യാത്ര പോവാണെങ്കിലും ശരി, യാത്രക്കാരനാണോ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്നാണ്. അതുകൊണ്ട് ആ പ്രാർത്ഥന വർദ്ധിപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് ചേർത്തൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം തരുമോ? നമ്മൾ സ്വന്തത്തിനെതിരെ ഒരിക്കലും പ്രാർത്ഥിക്കാൻ പാടില്ല. സ്വന്തത്തിനെതിരെ ചില ആളുകളൊക്കെ പറയും മരിച്ചിട്ടാ മതി, ഇതിനാ നല്ല മരിക്കന്നെ, ഇതിനേക്കാൾ നല്ല മരിച്ചാട് കിട്ടിയാൽ പറയാൻ പാടില്ല. സ്വന്തത്തിനെതിരെ ഒരു നിലക്കും പറയാൻ പാടില്ലെന്ന, ഒരിക്കലും പറയാൻ പാടില്ല സ്വന്തത്തിന്. പിന്നെ ആകെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരാൾക്ക് പറയുമെങ്കിൽ പറയാൻ പറ്റണം എന്തരോ, അല്ലാഹുവേ